നമ്മളിന്ന് ന്യൂജേഴ്സിയിലുള്ള ഒരു ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ്ട് അതെ മഴ പൊടിയാനുണ്ട്. ഇനിയിപ്പോൾ ചെല്ലണ സ്ഥലത്ത് മഴ ഉണ്ടോ എന്നുള്ളത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, ചെറിയ രീതിയിൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബീച്ച് കാണാൻ പോവാം. കുറേ നാളായില്ലേ നമ്മൾ ബീച്ചൊക്കെ കണ്ടിട്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ബീച്ചിൽ പോയിട്ടുണ്ട്, മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടിപൊളി ബീച്ചായിരുന്നു അത്. നമുക്ക് കുറേ ദൂരം കൂടുതലായതുകൊണ്ട് നമുക്ക് അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. അമേരിക്കയിൽ നമ്മൾ ഇഷ്ടമാതിരി ബീച്ചുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. പല പല സ്റ്റേറ്റുകളിലായിട്ട് ന്യൂയോർക്ക്, ന്യൂജേഴ്സി, മേരിലാൻഡ്, ഫ്ലോറിഡ, നോർത്ത് കരോലിന, അങ്ങനെ ഇഷ്ടമാതിരി ബീച്ചുകളിൽ പോയിട്ടുണ്ട്. ഇവിടത്തെയൊക്കെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വൈബായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് സമ്മർ സീസണിൽ പോകണം അവിടെയൊക്കെ. അത് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് മക്കളെ, പറയാതെ വയ്യ. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ആ ഫുഡും അവിടുത്തെ ആ ഒരു നടപ്പും അവിടുത്തെ ആ ഒരു തിരക്കും ഒക്കെ ഒരു പറയാതിരിക്കാൻ വയ്യാട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ന്യൂജേഴ്സിയിൽ ഇഷ്ടമാതിരി ബീച്ചുകളുണ്ട് കേട്ടോ. അതിൽ അസ്ബറി പാർക്ക് ബീച്ചിലാണ് കേട്ടോ നമ്മൾ വന്നേക്കണത്. അപ്പോൾ ബീച്ചിൻ്റെ ആ ഒരു ഏരിയ അടുക്കാറായപ്പോൾ തന്നെ ആ വണ്ടികളൊക്കെ നമ്മൾ ഇഷ്ടമാതിരി കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങും ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടമാതിരി. ബീച്ചിൽ എത്തിയിട്ടുണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ഇറങ്ങി. നല്ല വെയിലുണ്ട്, മഴയൊന്നുമില്ല കേട്ടോ ഇവിടെ. മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നണം. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നനവ് കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല തിരക്കുണ്ട്. ഇത് കണ്ട എന്തോരം വണ്ടികളാണ് നോക്ക്. കുറേ ഉണ്ട്, കുറേ കിലോമീറ്ററുകളോളം വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബീച്ചിൻ്റെ ബോർഡ് വാക്ക് എത്താനായിട്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെറിയൊരു ബിൽഡിങ് പോലെയൊക്കെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ പെയിൻറ്റിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കവർ ചെയ്ത് നമ്മൾ അകത്തേക്ക് ചെന്നപ്പോഴാണ് കേട്ടോ ഇവിടെ കുറേ ഇങ്ങനെ ലോക്ക് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണത്. നമ്മൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ചെല്ലുമ്പോൾ കാണാറില്ലേ, ഇതുപോലെ ഇങ്ങനെ ലോക്ക് പോലെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കണ കാണാറില്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ അത് കാണാനായിട്ട്. നമ്മളങ്ങനെ ബോർഡ് വാക്കിലേക്ക് കടന്നപ്പോഴത്തേനും ചെറുതായിട്ട് വീണ്ടും മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളും ആളുകളും ഒക്കെ ഒന്ന് പതുങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ആളില്ലാത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് എന്തോരം വണ്ടികളായിരുന്നു എന്ന് പറഞ്ഞാൽ. ഈ കണ്ട ആൾക്കാരും മൊത്തം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയുണ്ടോ. ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് പുറത്തിരുന്ന് ഫുഡ് കഴിക്കുക, അതാണ് ഇവിടത്തെയൊക്കെ വൈബ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ എണ്ണവും കൂടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെറിയ മഴയാണെങ്കിൽ പോലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നില്ലേ. ഇവിടെയൊക്കെ ഇടയ്ക്ക് കയറി നിൽക്കാൻ പറ്റിയ സ്ഥലവും ഇല്ലെന്നേ, അതാണ് ഏറ്റവും രസം. എല്ലാ പാർക്കിലെ പോലെ തന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയാസൊക്കെ. പിന്നെ ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ അമേരിക്കൻ ബീച്ചുകളിൽ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ അത്തരം വൈബൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇവിടെയൊക്കെ വൈകിട്ടാണ് കേട്ടോ അടിപൊളി. ഒരു നൈറ്റ് ലൈഫാണ് ഇവിടത്തെയൊക്കെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രി എത്ര ലേറ്റായിട്ട് വന്നാലും നമുക്ക് ഇവിടെ അടിപൊളിയായിരിക്കും. ഫുഡ് കഴിക്കാം, ഈ ബോർഡ് വാക്കിലൂടെയൊക്കെ നടക്കാം, ലൈവ് മ്യൂസിക്, അങ്ങനെ ഒരുപാട് രസമായിരിക്കും കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ താമസിക്കാൻ റൂമുകളുണ്ട്. അതിപ്പോൾ ഏത് ബീച്ചിൽ വന്നാലും ഇവിടെ അങ്ങനെയാണ്. താമസിക്കാൻ റൂമുകളൊക്കെ ഇഷ്ടമാതിരി നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ജൂൺ മാസം തുടങ്ങി അങ്ങോട്ടാണ് കേട്ടോ കൂടുതലും ബീച്ചിലൊക്കെ തിരക്ക്. അതായത് ആ ഒരു സമ്മറിലേക്ക് കടന്ന് പിന്നെ വെക്കേഷനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, അതൊക്കെ ഒരു ജൂലൈ ഒക്കെ ആവുമല്ലോ. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴയുടെ ഒരു ടൈമാണ്. കാര്യം തണുപ്പും വെയിലും എല്ലാം കൂടി കലർന്നൊരു കാലാവസ്ഥയും കൂടിയാണ്. അതുകൊണ്ടായിരിക്കണം ഇവിടെയൊക്കെ ആ ഒരു അത്ര ഒരു വൈബ് കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ കുറേ നടന്നതിന് ശേഷം ദേ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. കാര്യം മഴയാണ്, എന്നാലും ഐസ്ക്രീം കാണുമ്പോൾ പിന്നെ അതങ്ങോട്ട് കഴിക്കണമല്ലോ.
ഞാൻ വീഡിയോ എടുക്കണപ്പോൾ അവർക്ക് വീഡിയോയിൽ വന്നോന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേനും അവർ ചോദിക്കും നമ്മളോട് ഒന്ന് വീഡിയോയിൽ വന്നോട്ടെ, അല്ലെങ്കിൽ ഹായ് ഒക്കെ ഇങ്ങനെ യാദൃശികമായിട്ടൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടോ വീഡിയോ എടുക്കാനായിട്ട്. എൻ്റെ മുമ്പത്തെ പല വീഡിയോകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പലരിലും ഇങ്ങനെ ഹായ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോണതൊക്കെ ഉണ്ട് അതിലൊക്കെ. ചില ഡ്രസ്സ് ഷോപ്പുകളൊക്കെ മഴയാണെങ്കിലും ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ആളുകൾ. അതും ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മഴ വരും പോകും, അങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കച്ചവടക്കാർക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണല്ലേ. ഇടയ്ക്ക് വന്നിട്ട് അതെടുത്ത് അകത്തേക്ക് കയറ്റുക, പിന്നെ പുറത്തേക്ക് ഇറക്കുക, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നൈറ്റിൽ റൂഫ് ടോപ്പിൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പരസ്യങ്ങളൊക്കെയാണ് അവിടേക്കായിട്ട് വെച്ചേക്കണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു, ഈ ബോർഡ് വാക്കിലൂടെ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടു. ബീച്ചിലേക്ക് ഇനി ലാസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്ടോ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് സംഗതി എന്ന് അറിയില്ല. എന്തായാലും ആളുകളെല്ലാവരും അങ്ങോട്ട് കയറിപ്പോണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് കയറി നോക്കാം, പോരാത്തതിന് മഴയും പൊടിയുന്നുണ്ട്. അപ്പോൾ ഇത്തിരി നേരം അതിൻ്റെ അകത്ത് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ സംഭവം. ചെറിയൊരു മാള് പോലെയൊക്കെ തന്നെ. ഇവിടെയും കുറേ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, പബ്ബുകൾ, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കണ്ട പോലെയൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. എല്ലാവരും പർച്ചേസ് ചെയ്യുക, ഫുഡ് കഴിക്കുക, അതിൻ്റെയൊക്കെ ഒരു തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അതിലൂടെയൊക്കെ നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. മഴയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയിന്നേ. ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ അപ്പുറത്തൊക്കെ എന്തോ ഈവൻ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും കുറേ കൊട്ടും പാട്ടും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായി. ഇതൊരു പെറ്റ് ഷോപ്പാണ്. പെറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, ഫുഡുകളൊക്കെ വിൽക്കണ ഒരു ഷോപ്പായിരുന്നത്. അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ള കടകൾ നമ്മളിവിടെ കണ്ടില്ലേ. ഒരു പ്രത്യേക ടൈപ്പ് ആഭരണങ്ങൾ വിൽക്കണത്. ഇത് എന്ത് മോഡലാണെന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കണ കാരണേ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല ബീച്ചിൽ. ആരും ഇല്ല, അങ്ങനെ ഇറങ്ങണില്ല. എല്ലാവരും കെട്ടും പാണ്ടൊക്കെ എടുത്ത് കരയപ്പുറം കയറിയൊക്കെയാണ് അങ്ങോട്ട് ദൂരം. ഇവിടെ ആരും ഇല്ല, ഇറങ്ങണ കണ്ടില്ലേ, കാലിയായിട്ട് കിടക്കുക. ലൈഫ് ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല രസമുണ്ട്, തണുത്ത കാറ്റ്. എൻ്റെ പിന്നെ തണുത്തിട്ട് വയ്യ, മഴയായിപ്പോയിന്നേ. എന്തായാലും നല്ല രസമുള്ളേ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ. തിരക്കാണ് ഇവിടെ. ആളുകൾ മൊത്തം റെസ്റ്റോറൻറ്റിനും ബാറിലൊക്കെ കയറിയിരിക്കുക. മഴയില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതൊരു കടൽക്കാക്കയാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ, നമ്മുടെ നാട്ടിലെ പ്രാവിനെ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിനെ സൂം ചെയ്തൊരു വീഡിയോ എടുത്താണ്ടോ, അല്ലെങ്കിൽ അത് ഓടി അങ്ങോട്ട് പറന്നു പോവില്ലേ. അതാരണം അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് ബീച്ചിൽ നിന്ന് ഇങ്ങനെ നമുക്ക് നടക്കാനുള്ളൊരു വോക്ക് വേ ഉണ്ടോ ആ കാണുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം നിന്ന് മഴ കുറയണ മട്ടൊന്നും കാണില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് വിചാരിച്ചു എന്നാൽ റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമല്ലോ എന്ന്. എപ്പോഴും കഴിക്കണ പോലെ തന്നെ ഒരു ഫ്രൈഡ് ചിക്കനും പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഒണിയൻ റിങ്സ്, അങ്ങനെ 1-2 ഐറ്റംസുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ജ്യൂസ് അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ ബീച്ച് പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ.
അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ വന്ന സമയം ശരിയായില്ല, അതാണ് പറ്റിപ്പോയത്. ഒരു സമ്മർ, അതായത് നല്ലൊരു വെയിലുള്ള ടൈമിൽ വരണം, പിന്നെ അതുപോലെ തന്നെ മഴയില്ലാത്തപ്പോൾ വരണം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് മഴ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെയും ചെറുതായിട്ടൊക്കെ പൊടി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് സൺഡേ ഒക്കെയല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോൾ വന്നതാണ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഇവിടെ ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള ഒരു കാറ് കിടക്കണ കണ്ടത്. ഒരു അടിപൊളി ഷേപ്പല്ലേ അത് കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വീടുകളാണ് കേട്ടോ. ഇവിടുത്തെ കൊളോണിയൻ രീതിയിൽ ഉള്ള ഒരു വീടുകൾ ഭയങ്കര ഒരു ഫേമസ് ആണ്. ഇതൊക്കെ എയർബിഎൻബി വഴിയായിട്ടുള്ള വീടുകളാണ് കേട്ടോ. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകളാണ്. അല്ലാതെയും റെൻറ്റിന് കിട്ടുന്ന വീടുകളുണ്ട് കേട്ടോ ഈ കൂട്ടത്തിലായിട്ട്. ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വീടുകളാണെന്നൊക്കെയാണ് പറയണത്. ഇത് എന്തോരമാണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ഉണ്ടായിരുന്നു ഈ വീടുകൾ. ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ടാണ് ഇങ്ങനെ വീടുകൾ. നമുക്ക് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. ഇതേമാതിരത്തെ വീടുകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേപ്പ് മേലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കേപ്പ് മേ എന്നൊക്കെ നിങ്ങൾ പലരും ഇങ്ങനെ ചോദിക്കും. അതൊക്കെ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് എടുത്തു നോക്കാം. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ന്യൂജേഴ്സിയിലായാലും പല പല സ്റ്റേറ്റുകളിലായാലും ഒക്കെ. ഈ വീടുകളിൽ മിക്കതിലും ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സീസൺ ഇങ്ങനെ ആയി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഓഫ് സീസൺ സമയങ്ങളിലൊന്നും ഇവിടെയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഫുള്ളും വീടുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയായിരിക്കും. ബീച്ചിലായാലും അവിടെയും ആരും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആകെ ഒരു 5-6 മാസം ഉള്ളൂ ഇവിടുത്തെ വൈബ്. പക്ഷേങ്കിൽ ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നൊന്നര വൈബ് തന്നെയായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഇത് ഭയങ്കര ലെങ്തി, അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഓരോ വീടുകളും. ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ എടുത്താൽ പോവുക. അതുകൊണ്ടാണ് കേട്ടോ ഞാനെല്ലാം ഇങ്ങനെ കാണിച്ചത്. ഇതിങ്ങനെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നോക്കിയാലും ഇങ്ങനത്തെ മോഡൽ വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. രണ്ട് മൂന്ന് കളർ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തൊരു കാറ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ എന്തൊക്കെ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ കഴിയാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് നമുക്ക് ഡിന്നർ കഴിക്കണമല്ലോ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങി, അപ്പോൾ ഡിന്നറും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പിന്നെ അതൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തായ് ഫുഡാണോ കഴിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ നല്ലൊരു ഫേമസ് ആയിട്ടൊരു തായ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സമ്മറിലേക്ക് കടന്ന കാരണം ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണതൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല നമുക്കിപ്പോൾ സമ്മറിലേക്ക് കടന്നപ്പോൾ പല സ്ഥലങ്ങളിൽ പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് വെറൈറ്റി ആയിട്ട് കഴിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോളാണ് കേട്ടോ. പിന്നെ ഇത് നൂഡിൽസാണ്, പടുത്തായി എന്ന് പറയും. പിന്നെ ഈ റോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ചിക്കനൊക്കെയാണ് കേട്ടോ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് പൊറോട്ടയാണോ പിന്നെ എന്ത് റൊട്ടിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് സോസിൽ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ വൈറ്റ് റൈസും നമ്മളൊരു ചിക്കൻ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡുകളൊക്കെ. കുറേ നാളായി തായ് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചു. ഈ റെസ്റ്റോറൻറ്റുകളിൽ ഒരുപാട് ഇങ്ങനെ ആൻറ്റിക് പീസുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല വെറൈറ്റികളായിട്ടുള്ള ഫർണിച്ചറുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ബീച്ചിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് കൊടുക്കാൻ മറന്നു പോകരുതേ. പൂക്കൾ ഒരു വീക്ക്നെസ് ആണല്ലോ. ഇനിയിപ്പോൾ എല്ലാ വീഡിയോകളിലും കാണാം പൂക്കൾ. കാരണം സമ്മറിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക പൂക്കൾ തന്നെയാണ്. കൂടുതലും റോസാ പൂക്കളായിരിക്കും. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ചേര കണ്ട പൂക്കളാണ് കേട്ടോ ഇത്. അപ്പം ഇനി അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.